അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷേളി, എറണാകുളം ജില്ലയിൽ നിന്ന് മരടുന്ന സ്ഥലത്തു നിന്ന് വരുന്നത്. 15/6/2022 ഉടമ്പടി എടുത്തു. മൂന്നാമത്തെ സാക്ഷ്യമാണിത്. 9 ഉടമ്പടി പുതുക്കൽ നടത്തി. ഉപ്പും തൈലും കാശുരൂപം ഉപയോഗിച്ച് കിട്ടിയ സാക്ഷ്യം അനുഗ്രഹമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. എൻ്റെ പേര് സിൽഡ. ഡോക്ടർ ഓഫ് ഫാർമസി പഠിച്ചിട്ട് വിദേശത്ത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ജോലി കിട്ടാൻ സാധിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അവിടെ ചെന്ന് ആദ്യത്തെ 6 മാസത്തെ ട്രെയിനിങ് പീരീഡിൽ 3 എക്സാമിൽ 2 എക്സാമുകളിലും 60% മാർക്ക് ലഭിച്ചാൽ മാത്രമേ അവിടുത്തെ ജോലി സ്ഥിരമാവുകയുള്ളൂ എന്ന കാരണത്താൽ എനിക്കാണെങ്കിൽ ഇവിടുത്തെ ആകെ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളും മാത്രമേ അറിയുള്ളൂ എന്ന്. അവിടെയാണെങ്കിൽ മെഡിസിനേക്കാൾ കൂടുതൽ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് അതിനെപ്പറ്റി യാതൊരു വിവരവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അമ്മയെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു. അമ്മ പറഞ്ഞു, നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, മാതാവിൻ്റെ തൈലവും ആശുരൂപമായി പരീക്ഷയ്ക്ക് പൊക്കോളൂ, ഞാൻ നിൻ്റെ കാര്യം പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചോളാം എന്ന്. ആയതിനെ തുടർന്ന് ഞാൻ മാതാവിൻ്റെ കാശുരൂപവും തൈലവുമായി പരീക്ഷയിൽ ചെന്നു. അവിടുത്തെ MCQ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അവിടുത്തെ ആദ്യത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അപ്പോൾ തന്നെ മാതാവിൻ്റെ കാശുരൂപം നോക്കി പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ അമ്മയ്ക്കും അപ്പച്ചനും ഞാൻ മാത്രം തന്നെ ഉള്ളൂ, എനിക്ക് ഈ ജോലി വാങ്ങിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അതേ തുടർന്ന് മാതാവ് 3 പരീക്ഷ പോലും എഴുതേണ്ടി വന്നില്ല. 2 പരീക്ഷകളിൽ തന്നെ 60% കൂടുതൽ മാർക്ക് നേടുകയും അതിൽ ജോലി സ്ഥിരമാകുകയും ഞാനിപ്പോൾ 1 വർഷം കഴിഞ്ഞ് വീട്ടിൽ വെക്കേഷനിൽ മാതാവിന് നന്ദി പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് പണിയാണ്. 3 വർഷത്തോളം കാലം എൻ്റെ ഭവനം പൂർത്തീകരിക്കാതെ കുറേ കാരണങ്ങളാൽ അപ്പൻ്റെ രോഗാവസ്ഥയും പിന്നെ കാശിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വീട് പണിയാതെ അത് പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അതേ തുടർന്ന് എൻ്റെ അമ്മ 7ാമത്തെ 8ാമത്തെ ഉടമ്പടി പുതുക്കലിന് മാതാവിനോട് വെച്ച് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ ഉപ്പും തൈലവും എല്ലാം ആ വീട് പണി നടക്കുന്ന സ്ഥലങ്ങളിൽ പൂശുകയും ചെയ്തതിനെ തുടർന്ന് 1 വർഷം പോലും എടുക്കേണ്ടി വന്നില്ല. അതിനുള്ളിൽ തന്നെ മാതാവ് എൻ്റെ ഭവനം ഞങ്ങൾ പ്രതീക്ഷയെക്കാളും കൂടുതൽ ഭംഗിയായി സുന്ദരിയായി എൻ്റെ ഭവനം പൂർത്തീകരിച്ചു തന്നു മാതാവ്. ഞങ്ങൾ പ്രേക്ഷകനായിട്ടും കാര്യപ്രവർത്തനമായിട്ടും പത്രം കൊണ്ടുപോയി എല്ലാ വീടുകളിലും റോട്ടിൽ കൂടെ പോണവർക്കെല്ലാം കൊടുക്കും. അവരോട് വിശ്വാസ പ്രമാണം ചൊല്ലി അവരോട് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അതെല്ലാം നിങ്ങൾ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറയും. അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ വീട്ടിൽ വന്നവർക്കും ആർക്കൊക്കെ എന്തെങ്കിലും ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്നെക്കൊണ്ട് സാധിക്കാവുന്ന എല്ലാ വിധത്തിലും ഞാൻ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ രോഗികൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മുകളിലെ പൈസ ഇടും, അതിൽ നിന്ന് എടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ വിധത്തിലും ചെയ്യും. ഇത്രയെല്ലാം അനുഗ്രഹം ദൈവം തന്നതിന്. പിന്നെ 2 ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ജോസഫച്ചൻ പറഞ്ഞ പോലെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പള്ളിയിൽ എല്ലാ ദിവസവും പറ്റാവുന്ന ദിവസങ്ങളെല്ലാം പോയി ഈശോനെ സ്വീകരിക്കും. പിന്നെ വിലയും വൈകിട്ടുള്ള പ്രാർത്ഥനകൾ എല്ലാ ദിവസവും ചെല്ലും. അതുപോലെ ഉപവാസം എടുക്കും. എല്ലാ ചൊവ്വാഴ്ചകളിലും ഉള്ള ധ്യാനം എല്ലാ ആഴ്ചയിലും ഞാൻ കൂടും. ഇതൊക്കെ ചെയ്ത് ഇത്ര എല്ലാ അനുഗ്രഹം. പിന്നെ ഇതുപോലെ ഉപ്പും തൈലവും കാശുരൂപം എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ചെറിയതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും മാതാവിൻ്റെ കാശുരൂപം ഇപ്പം ഉപയോഗിച്ചാണ്. ഇപ്പോൾ പുറത്തേക്ക് പോകണ്ടെങ്കിലും കാശുരൂപം കൊണ്ടാണ് ഞാൻ വണ്ടിയിലും എല്ലാം പോകുമ്പോഴും പ്രാർത്ഥിച്ച് പോണത്, കൊന്തയും എത്തിച്ചാണ് പോണത്. ഇതൊക്കെ ഇത്രയും തന്ന അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 72, 12, 13 തിരുവചനങ്ങൾ. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു. അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും. ഷേർലി റാഫേൽ എന്ന ഈ സഹോദരിയും മകളും ഉടമ്പടി പ്രകാരം കുടുംബത്തിൽ ലഭിച്ച നന്മകളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. മകൾ പറയുന്നുണ്ട്, ഫാമിലി പഠനം കഴിഞ്ഞ് വിദേശത്തെ ജോലിക്ക് വേണ്ടി ചെല്ലുന്ന സാഹചര്യങ്ങളും അവിടെ ചെന്നപ്പോൾ 3 പരീക്ഷ എഴുതണമെന്നും എന്നാൽ മാത്രമേ ജോലി സ്ഥിരതയുണ്ടാകൂ എന്ന രീതിയിൽ കാര്യങ്ങൾ മാറി മറിയുന്നതും ഇവിടെ പഠിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ സപ്ലിമെൻറ്റ്സിന് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് ആ മേഖലകളും അതിൻ്റെ കെമിക്കലായിട്ടുള്ള വിഷയങ്ങളും വളരെ നന്നായിട്ടൊന്നും മകൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷകൾ ഏറെ ക്ലേശകരമാകുന്ന അവസ്ഥയിലേക്കെല്ലാം മാറുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അമ്മയെ വിളിച്ച് ഇവിടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാവുന്നു, അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് സഹായം തേടുമ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവ് സഹായിക്കും, നീ മാതാവിൻ്റെ കാശുരൂപവും മാതാവിൻ്റെ സംരക്ഷണവും തേടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന സന്ദേശം കൈമാറുന്നത്. മകൾ പറയുന്നുണ്ട്, പരീക്ഷയ്ക്ക് പോയി ആദ്യത്തെ പരീക്ഷ എഴുതി 50 ചോദ്യം വരെ
ഒരു കാര്യം പോലും, ഒരു ഉത്തരം പോലും എഴുതുവാനാവാത്ത വിധം ഒന്നും മനസ്സിലാവാതെ അവിടെ ഇരുന്നുവെന്നാണ്. അവിടെ ചെല്ലുമ്പോഴാണ് മകൾ പ്രാർത്ഥിക്കുന്നതും എന്നെ ഏറെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു, പക്ഷേ ഇവിടെ എത്തിയിട്ട് എനിക്ക് മുന്നോട്ടൊന്നും ജീവിതം കൊണ്ടുപോകുവാനാവാത്ത വിധം ഞാൻ ദുരിതത്തിലേക്ക് മാറുകയാണോ? അമ്മ മാതാവിൻ്റെ കുടുംബത്തെ കാക്കണം, എന്നെ നീ സഹായിക്കണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ആ കശുരൂപം കയ്യിൽ പിടിച്ച് അല്പനേരം കഴിയുമ്പോൾ ഓരോ ചോദ്യത്തിനും ഉത്തരം ശരിയായി കണ്ടെത്തി എഴുതുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് സഹായിച്ചു കൊണ്ടിരുന്നു. 3 പരീക്ഷ എഴുതാതെ 2 പരീക്ഷകൾ കൊണ്ട് തന്നെ ആവശ്യമായ സ്കോർ നേടുകയും അങ്ങനെ മകൾക്ക് അവിടെ സ്ഥിരമായി ജോലി ലഭിച്ചപ്പോൾ 1 വർഷം പൂർത്തീകരിക്കുകയും ചെയ്തു. ആപത്തിൽ സഹായിക്കുന്ന അമ്മയുടെ സാന്നിധ്യം അതെപ്പോഴും നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ കാണുന്നതാണ്. നമ്മുടെ മെറിറ്റ് മുഴുവനും സീറോയാകുമ്പോൾ, നമ്മൾ പഠിച്ചതും നമുക്കറിയാവുന്നതുമെല്ലാം നമുക്ക് നഷ്ടമാകുമ്പോൾ, നമ്മളെ പ്രത്യേകമായ വിധത്തിൽ അമ്മയോടുള്ള ബന്ധത്തിൽ ജീവിതത്തിൽ നാം കൊടുക്കുന്ന മാതാവിനും ഈശോയ്ക്കും കൊടുക്കുന്ന പ്രാധാന്യത്തിൽ നമ്മളെ സഹായിക്കുവാൻ വേണ്ടി അമ്മയുടെ സംരക്ഷണം എപ്പോഴും നമുക്ക് ലഭിക്കാറുണ്ട്. ഇത് സഹോദരി പറയുന്നുണ്ട്, അത് എൻ്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുകയും അമ്മ മാതാവിനോട് നിരന്തരം ആ നാളുകളിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. വിദേശത്ത് പോയപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് അവിടെ പോയിരുന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു കാശുരൂപം ഉണ്ടായിരുന്നു. ആ ഉടമ്പടിയുടെ ജീവിതം ഞാൻ എന്താണോ നാട്ടിൽ പാലിച്ചിരുന്നു അതുപോലെ അവിടെയും ജീവിക്കുന്നതിനെ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഉടമ്പടി ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അമ്മ മാതാവുമായി നാം ഒരു ഏറ്റവും ഹൃദയ അടുപ്പമുള്ളൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ്. ചോദിക്കുവാൻ പറ്റുന്നൊരു സ്വാതന്ത്ര്യമുള്ള ബന്ധത്തിലേക്കാണ് നമ്മൾ വളർന്നു വരുന്നത്. അതാണ് ഉടമ്പടിയിൽ ചോദിക്കുമ്പോൾ ആ ചോദ്യം കൃത്യവും ജീവിതം ശരിയുമാണെങ്കിൽ അതുടനെ തന്നെ അനുവദിച്ച് കിട്ടുന്നതായി നമുക്ക് മനസ്സിലാവുക. ഇത് തന്നെയാണ് 2ാമത്തെ സാക്ഷ്യത്തിൽ പറയുക. ഭവനം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ സ്ഥലം പേരിലായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിസ്സാരമായി അമ്മ മാതാവ് എല്ലാം മാറ്റിക്കൊടുത്തു. 2-3 മാസം കൊണ്ട് ഒരു ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നല്ല രീതിയിൽ ചെയ്തെടുത്ത് പൂർത്തീകരിക്കുവാനുള്ള വഴികൾ തുറന്നു കൊടുത്തു. പാതി നിലച്ചുപോയ നിർമ്മാണം പൂർത്തീകരിച്ച് നല്ല രീതിയിൽ ആ ഭവനത്തിൽ കയറി താമസിക്കുവാൻ സാമ്പത്തിക മേഖലകളെയും ബന്ധങ്ങൾക്കൊന്നും ഉലച്ചിലില്ലാതെയും അമ്മ മാതാവ് എല്ലാം ശുഭമാക്കി അനുഗ്രഹിച്ചുവെന്നാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുക. പ്രിയമുള്ളവരെ, അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്ന വിഷയങ്ങൾക്ക് അതൊരു സമാധാനത്തിൻ്റെ തീരുമാനങ്ങളാണ് ഉണ്ടാവുക. അത് വെറുപ്പിൻ്റെയും കലഹത്തിൻ്റെയും യാതൊരു തരത്തിലുമുള്ള ഇടപെടലുകളും നമ്മളതിൽ പിന്നെ കാണില്ല. അതുകൊണ്ട് എത്ര കണ്ട് തമ്മിൽ യോജിക്കില്ല എന്ന് കരുതുന്ന വിഷയങ്ങളാവട്ടെ, വ്യക്തികളാവട്ടെ, നമ്മൾ ഒരാളെ മുറിപ്പെടുത്താതെ ഒന്നും ചെയ്യാനാവില്ല എന്ന നാം മാനുഷികമായി കരുതുന്ന പ്രശ്നങ്ങളാവട്ടെ, നമുക്ക് അമ്മയുടെ കരങ്ങളിലേക്ക് അത് വെച്ചു കൊടുക്കുമ്പോൾ മുറിവുകൾ ഉണക്കി സ്നേഹം പുരട്ടി അമ്മ മാതാവ് അത് അനുഗ്രഹമാക്കി മാറ്റുന്നത് അനുഭവിക്കുവാനാവും. അതാണ് ഈ അൾത്താരയിൽ ഓരോരുത്തരും വന്ന് രാത്രി പോലെ ഇരുണ്ടിരുന്ന വിഷയങ്ങളെ പകൽ പോലെ വെളിച്ചമുള്ളതാക്കി അമ്മ മാതാവ് മാറ്റിത്തന്നുവെന്ന, ആരെയും നോവിക്കാതെ എല്ലാവർക്കും സമാധാനം കൊടുത്തുകൊണ്ട് ജീവിതത്തെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയെന്ന് സാക്ഷ്യപ്പെടുത്തുക. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.